ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കാലത്തെയും പ്രിയപ്പെട്ട നിയാസ് ബക്കർ, നിയാസ് നല്ലൊരു നിറഞ്ഞ കയ്യിലൂടെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റേജിലുണ്ട്. അപ്പോൾ അജൂസ് കാർ അക്സസറീസിൻ്റെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങൾക്കും അജൂസിൻ്റെ പേരിലും അജൂസിൻ്റെ ഓരോ വ്യക്തികളുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഫോർമലായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ല. നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് കുറച്ച് വ്യക്തികൾ സ്റ്റേജിലുണ്ട്. നിയാസ് ബക്കർ, മറ്റ് നമ്മുടെ ബ്ലോക്ക് മെമ്പർ, അതുപോലെ വാർഡ് മെമ്പർ, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ നിമിഷത്തോടെ നിൽക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് അജു കാർ സ്പാ എന്ന സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ സിസ്റ്റർ കൺസെപ്റ്റ് സഹോദര സ്ഥാപനമായിട്ട് അജൂസ് ആക്സസറീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ ധന്യ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പ്രസ്ഥാനത്തോട് ഉണ്ടായിരിക്കണമെന്നും അതിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അംഗം പ്രിയപ്പെട്ട ചിക്കോസ് രാജുവിനെ 2 ആശംസകൾ അറിയിക്കാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയ കലാകാരൻ നിയാസ്ക, നമ്മുടെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സാബു ചേട്ടൻ, വാർഡ് മെമ്പർ റജീന, കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരെയും എൻ്റെ നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കറ തീർന്ന സേവനത്തിലൂടെ നമ്മുടെ എല്ലാം ഹൃദയം കവർന്ന അജൂസ് കാർ സ്പാ നമ്മുടെ പുതിയ സംരംഭം തുടങ്ങുകയാണ്. നമുക്കറിയാം, നല്ല സേവനത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയൊക്കെ നമ്മയൊക്കെ മനസ്സോട് ചേർത്ത് പിടിച്ച അജുവും സംഘവും അവരുടെ സേവന മേഖല ഇപ്പോൾ നമുക്കറിയാം, നിരവധി വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളെല്ലാം മനോഹരമാകണം, നല്ല രീതിയിൽ കൊണ്ടുനടക്കണമെന്നൊക്കെ ആയിരിക്കും നമ്മൾ. എല്ലാം ഒറ്റ കുടക്കീഴിൽ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ആ വിജയത്തിൻ്റെ പാതയിൽ നമുക്കും ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഇനിയും അതിൻ്റെ വിജയത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട റജീന മാഡത്തിൻ്റെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ആശംസകൾ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് തീരെ വയ്യ, ഓൾറെഡി നമ്മുടെ തൊണ്ടയൊക്കെ വയ്യാണ്ട് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. എന്നാലും 2 വാക്കുകൾ ആശംസ അറിയിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ അജൂസ് കാർ സ്പായുടെ 2ാമത്തെ സ്ഥാപനമായ അജൂസ് കാർ ആക്സസറീസിൻ്റെ 2ാമത്തെ ഷോപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നിയാസ് ബക്കറിനെയും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സാബു പൈലി അവറുകളും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് മെമ്പർ കൂടിയായ ചിക്കൂസ് രാജ്, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാന്യായ നാട്ടുകാർക്കും ഏറ്റവും സ്നേഹമുള്ള ഭാഷയിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു നേതാവ്, ഒരു സ്ഥാപനത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാ തൊഴിലാളികളെയും കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ചേർന്ന് നയിച്ചുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് 2ാമത്തെ ഇതുപോലെ നേർക്ക് നേർ ഒരു സ്ഥാപനം കൂടി തുടങ്ങാനായിട്ട് സാധിച്ചത്. അപ്പം നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള എല്ലാവിധ അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും വലിയ പ്രിയപ്പെട്ട വ്യക്തി, നമുക്കറിയാം, മലയാള സിനിമയ്ക്ക് ഒട്ടേറെ നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട നിയാസ് ഖാൻ, നമ്മുടെ സ്നേഹത്തോടെ നിയാസ് ഖാൻ എന്നാണ് വിളിക്കുക, നിയാസ് ബക്കർ, നമ്മുടെ പ്രിയപ്പെട്ട വാത്സല്യത്തിലെ പ്രിയപ്പെട്ട
മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമാമനായിട്ട് അഭിനയിച്ച വ്യക്തിയുടെ മകൻ കൂടിയാണ്. അതിലുപരി പ്രിയപ്പെട്ട നവാസ്കാരുടെ ജ്യേഷ്ഠനാണ്. അങ്ങനെ ഒട്ടേറെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ്. അതിലുപരി മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാം മറിമായം. ഈ മറിമായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കോയക്കയുടെ കഥാപാത്രം നമുക്ക് സമ്മാനിച്ച, ഇപ്പോഴും നല്ല നല്ല നർമ്മങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ. ലെറ്റ്സ് വെൽക്കം. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ വണ്ടർഫുൾ ആക്ടർ, ദ വണ്ടർഫുൾ ഹ്യൂമൻ. നിറഞ്ഞ ഒരു കയ്യിലൂടെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നിയാസ് ബക്കർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ സത്യത്തിൽ ഇവിടെ ഈ തോട്ടുമുഖത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ഉദ്ഘാടനങ്ങൾക്ക് എനിക്ക് വരാൻ പറ്റാറില്ല. കാരണം ഈ മുറ്റത്ത് മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല എന്നുള്ളൊരു ചൊല്ല് ഉള്ളത് കൊണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത്ര അടുത്ത്, ഈ അടുത്തൊരു പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇനോഗ്രേഷന് പങ്കെടുക്കുന്നത്. പുറത്ത് ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊറോണയുടെ ഒരു വന്നുപോക്കിന് ശേഷം ഈ നമ്മുടെ വ്യവസായ രംഗത്തൊക്കെ കച്ചവട രംഗത്തൊക്കെ ഉള്ള ഒരു പതനം വല്ലാതെ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. അപ്പം അതിനൊക്കെ ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ അങ്ങനെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അത് ഇപ്പോൾ സ്ഥാപിച്ചതിനൊക്കെ കൃത്യമായിട്ട് അറിയാം, കാരണം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത് ഒരു സ്ഥാപനം വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്താണെങ്കിൽ, ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളിപ്പോൾ ഈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സത്യത്തിൽ പലപ്പോഴും വളരെ ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഓൺലൈൻ വഴി ഇവർ കൊണ്ടുവരുന്നത് കാത്തൊക്കെ ഇരുന്ന് നമ്മൾ മേടിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു സാധനം സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന, നമ്മുടെ ആഗ്രഹത്തിന് സെലക്ട് ചെയ്ത് മേടിക്കുന്ന ഒരു സംഭവം അതിനില്ലതാനും. നമ്മൾ ഈ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് മേടിക്കുന്ന ഒരു രീതിയാണ്. ഇനി അതൊക്കെ തന്നെ ആവട്ടെ, അതിലുപരി നമ്മൾ മേടിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ലാഭവിഹിതം വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കാണ് പോകുന്നത്. അല്ലാതെ നമ്മളെപ്പോലുള്ള പ്രാദേശികമായിട്ടുള്ള സർവ്വസാധാരണ കച്ചവടക്കാരുടെ കയ്യിലേക്കല്ല. ആ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരംഗമാണ്, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ വീട്ടുകാരനാണ്. കാരണം അവനിലൂടെയാണ് നമ്മളും വികസിക്കുന്നത്. ഈ പരസ്പരം ഉള്ള ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നമ്മുടെ നാടിൻ്റെ വികസനം എന്നുള്ളതാണ് സത്യം. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു ലാഭം കിട്ടേണ്ട സമയത്ത് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുകയും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത്, ഒരു ഉത്സവമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടികളാവട്ടെ, ഈ സമയത്തൊക്കെ നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ അടുത്തുള്ള പ്രാദേശികമായി നിൽക്കുന്ന കച്ചവടക്കാരുടെ അടുത്താണ്. ഒരിക്കലും മറ്റുള്ള വലിയ കോർപ്പറേറ്റുകളുടെ അടുത്ത് പോയിട്ട് 10 പൈസ പോലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, കിട്ടൂല. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തുന്നതൊക്കെ 90% പ്രാദേശികമായി നിലകൊള്ളുന്ന നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലേ? നമ്മുടെ നാടിൻ്റെ എല്ലാ വികസനത്തിനും പങ്കാളികളായിട്ട് നിൽക്കുന്നവരാണ്. എപ്പോഴും ഒരു പ്രദേശത്തുള്ള കച്ചവടങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ ഡെവലപ്മെന്റ്സിനുള്ള. കാരണം ഈ ഏറ്റവും കൂടുതൽ കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെ നടക്കുകയും അത് അവിടെ തന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ സാമ്പത്തികം ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെ കറങ്ങി ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഉയർച്ച അതൊന്ന് മറ്റൊന്ന് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് മനസ്സിലാവില്ല. കാലക്രമേണ നമ്മുടെ കച്ചവടങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ ഇല്ലാതെയായി പോവുകയും
നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ തൊട്ടടുത്ത് നമുക്കൊരാളില്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. 10 പൈസ നമുക്ക് ചിലപ്പോൾ നഷ്ടം വരുമായിരിക്കും, ഒരു കുറച്ച് പൈസ നമുക്ക് കൂടുതൽ വരുമായിരിക്കും. പക്ഷെ അവരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചടങ്ങ്, ഈ ഉദ്ഘാടന പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അജൂസ് കാർ ആക്സസറീസ് എന്ന ഈ സ്ഥാപനം മാത്രമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കൊപ്പം നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഉണ്ടാവേണ്ടത്. എന്തായാലും എന്നെ ഈ ഒരു ചടങ്ങിന് ഉദ്ഘാടകനായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും, എൻ്റെ പ്രിയ സുഹൃത്ത് റഫീഖിൻ്റെ ഒരു ക്ഷണത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തുന്നത്. എന്തായാലും എല്ലാവരെയും ഒന്ന് കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. തുടർന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായി വരട്ടെ, അത് നല്ല ഉയർച്ചയിലെത്തട്ടെ. അജൂസിനും അതിനോടൊപ്പം തന്നെ യാത്ര തുടരാൻ കഴിയട്ടെ. ഒരുപാട് സ്ഥാപനങ്ങൾ ഇനിയും അജൂസിന്റെ ബാനറിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. Öyle.